എന്താ നോക്കി നിൽക്കുന്നത്? കൊടുക്ക്. മാഡം, ജ്യൂസ്. കൃഷ്ണ, എന്തിങ്ങനെ അമ്പരന്ന് നിൽക്കുന്നേ? ജ്യൂസ് താ. എന്റെ പേര് സുനന്ദ. എങ്ങനെയുണ്ട് മോളെ സുനന്ദ? ഇഷ്ടായോ? കണ്ടിട്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പിന്നെ കുഴപ്പമുണ്ടെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാൻ മമ്മിയോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഹലോ, എന്തു പറ്റി? ഒന്നുമില്ല മാഡം. മമ്മി ഒന്ന് വന്നേ. ഒരു മാറ്റമില്ല. സിത്താര മാഡത്തിന്റെ മോളാ. ആളുകൾ തമ്മിൽ ചെറിയ സാമ്യമൊക്കെ ഉണ്ടാകാറുണ്ട്, പക്ഷെ ഇങ്ങനെ ഉണ്ടാവൂ? ഇതിലെന്തോ രഹസ്യമുണ്ട്. നമുക്കിപ്പോ തന്നെ കൃഷ്ണയെ വിളിച്ചോന്ന് ചോദിച്ചാലോ? ഇങ്ങനൊരു കൂടപ്പുറപ്പുണ്ടെങ്കിലേ അവൾക്കറിയാതിരിക്കോ? ഏയ്, കൃഷ്ണമോൾ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞതില്ലേ? അതിനിടയിൽ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഇത് കൃഷ്ണയ്ക്ക് അറിയില്ല. പിന്നെ സത്യം അറിയാൻ എന്തോ ഒരു വഴി. ഒറ്റ വഴിയേ ഉള്ളൂ. നാട്ടിലേക്ക് പോണം, കൃഷ്ണയുടെ അമ്മയെ കാണണം. അതിന് നാട്ടിലേക്ക് പോവാന്ന് പറഞ്ഞാല്? നാട്ടിലേക്ക് പോണമെങ്കിലേ ദുബായ്ക്കാരനാവണം. എന്തായാലും പോണം സുനന്ദ. ഒന്നാമത് നമ്മളെ ഇത്രയും സഹായിച്ച കൃഷ്ണയുടെ അമ്മയുടെ കാര്യം, രണ്ടാമത് ഈ രഹസ്യം. രണ്ടും തീർത്തിട്ടേ നാട്ടിൽ നിന്ന് തിരിച്ചു വരാവൂ. എപ്പോഴും പോകുമ്പോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോവാറുള്ളല്ലേ? അതിനിപ്പോ എന്താ വഴി? അതിനെന്തെങ്കിലും മാർഗം കാണും. നീ ആദ്യം മാഡത്തിനോട് പോയിട്ട് 2-3 ദിവസം ലീവ് കിട്ടുമെന്ന് നോക്കും. അത് നടക്കുന്ന കാര്യമൊന്നും തോന്നുന്നില്ല. ചോദിച്ചു നോക്കാന്നേ ഉള്ളൂ. ആർക്കെങ്കിലും അസുഖമാണെന്ന് പറ, പോയി വന്നേ പറ്റുമെന്ന് പറ. ഞാൻ ചോദിക്കാം. എന്തായാലും എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഞെട്ടിയൊരു കാര്യമില്ല. ഒരുപോലുള്ള 2 പെൺകുട്ടികൾ, ഒരാൾ കൊട്ടാരത്തിലും മറ്റേയാൾ കുടിലും. ഇവൻ വലിയ ആളല്ലേ, അവിടെ വലങ്കയ്യ. എടാ ഗോപാല, നീ കുറച്ച് അറബിയൊക്കെ തങ്കത്തിന് പറഞ്ഞു കൊടുക്ക്. ഇപ്പൊ വേണോ? ഈ കായലിന്റെ നടുക്ക് കിടക്കുന്ന തങ്കത്തിന് ദുബായിയെ കുറിച്ച് എന്തറിയാനാടാ? നീ അങ്ങ് പറഞ്ഞു കൊടുക്ക്. നീയും നിന്റെ അറബിയും കൂടെ പുതിയതായിട്ടെന്തോ തുടങ്ങാൻ പോകുന്നില്ലേ? അത് പിന്നെ എടാ, ഒരു കമ്പനി തുടങ്ങുന്ന കാര്യം നീ പറഞ്ഞില്ലേ? എന്നിട്ട് നീ അതിന്റെ മാനേജരാണെന്നും പറഞ്ഞില്ലേ? ഓ അത് ഒരു പെട്രോളിയം കമ്പനിയാ. അതെ അതെ അതെ, അത് തന്നെ. എന്റെ തങ്കേ, ഈ പെട്രോളിയം കമ്പനി എന്ന് പറഞ്ഞാ എന്താ? വെറുതെ മണ്ണ് കുഴിക്കുക, പെട്രോൾ എടുക്കുക, മണ്ണ് കുഴിക്കുക, പെട്രോൾ എടുക്കുക. ആ കമ്പനി മൊത്തം കൈകാര്യം ചെയ്യാൻ പോകുന്നതേ നമ്മുടെ ഗോപാലനാ. അപ്പൊ ഗോപാല മാമ, ഇന്ന് വൈകുന്നേരം ഇവിടുന്ന് ഭക്ഷണം കഴിച്ചാലോ? എന്റെ പൊന്ന് കൃഷ്ണേ, നീ എന്താ ഈ പറയുന്നേ? ഗോപാലൻ ഇങ്ങനെയുള്ള സ്ഥലത്തുനിന്നൊന്നും ഭക്ഷണം കഴിക്കൂല. പുറത്തു പോകുമ്പോഴൊക്കെ വലിയ വലിയ ഹോട്ടലിൽ നിന്നേ കഴിക്കൂ. ഇവിടെ വരുമ്പോഴെങ്കിലും അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ കോഴിയും താറാവും പോർക്കും ഒക്കെ മേടിച്ചു വെച്ചിരിക്കുക. ചെന്നിട്ട് വേണം ഉണ്ടാക്കാൻ. എന്നാ ചേച്ചി വീട്ടിലേക്ക് പോക്കോ, ഞങ്ങൾ വേഗം അങ്ങോട്ട് വരാം. ആ, ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. ആ തങ്കേ, സംസാരിച്ചിരുത്തിയാക്കല്ലേ, ഞങ്ങള് നേരാമണ്ണൊന്നും കണ്ടിട്ട് പോലും ഇല്ല. പെട്ടെന്ന് തന്നെ അങ്ങ് വന്നേക്കണം. എന്ത് ചെയ്യാനാ തങ്കം? നായി വേഷം കെട്ടിയ കുരക്കണോന്ന് പറയാറില്ലേ? ദുബായ്ക്കാരന്റെ വേഷം കെട്ടിപ്പോയി. ഇനിയിപ്പോ അത് പാലിച്ചല്ലേ പറ്റൂ. എന്തായാലും സംഭവം ഗംഭീരായിട്ടുണ്ട്. ഞാൻ പോയി ചായ എടുക്കാം. സുന്ദരിച്ചു വാ.
സുനന്ദേച്ചിക്ക് ഈ ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ട് കേട്ടോ. നീ ഒന്ന് പോയിടി പെണ്ണെ. ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് നിന്ന് ഉരുകുവാ. അതിനിടക്ക് ആ ഗീതേച്ചിട്ട് ഓരോരോ പൊങ്ങച്ചങ്ങളെ ഇട്ടിട്ട് സഹിക്കാൻ പോലും പറ്റിയില്ല. ആഹാ, ഗീതേച്ചി പറയുന്നുണ്ടാ കുഴപ്പം? ദുബായ്ക്കാരാണെന്ന് പറഞ്ഞോട് കേറി വന്നത് നിങ്ങളല്ലേ? ഇനി അങ്ങനെ തന്നെ നടന്നോ എല്ലാരും? അയ്യോ സുനന്ദേച്ചി, പാല് തീർന്നുപോയി. ഞാനൊരു കവറ് പാല് വാങ്ങിച്ചിട്ട് വരാം. കട്ടൻ ചായ ഇട്ടാലും മതി മോളെ. അയ്യോ അത് സാരല്ല, ഞാനൊരു ഒറ്റ ഓട്ടത്തിന് പോയിട്ട് വരാം. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ നീ ഇത് എവിടെ പാല് തീർന്നമ്മേ, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. അതെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? കൃഷ്ണയെ പറ്റിയാ. കൃഷ്ണ ഏത് ഹോസ്പിറ്റലിലാ പ്രസവിച്ചത്? കൃഷ്ണ ഇവിടെ തന്നെയാണോ ജനിച്ചേ? എന്തിന് ഇതൊക്കെ അറിഞ്ഞിട്ട്? അല്ല, തങ്കത്തിന് സിറ്റിയിൽ ഏതെങ്കിലും ബന്ധുക്കളുണ്ടോ?